ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കുറച്ച് അറിയാവുന്ന അതൊക്കെ കേട്ടിട്ടുള്ള കുറച്ച് കീർത്തനങ്ങൾ ശരിക്കും പാടാം. ഇതും ശരിക്കും ഒരു യജ്ഞം തന്നെയാണ് സംഗീതം. പിന്നീട് ഇതിൻ്റെ സ്വഭാവമൊക്കെ മാറിയപ്പോഴാണ് യജ്ഞത്തിൽ നിന്നൊക്കെ മാറി മറ്റു പല ഭാവത്തിലേക്ക് മാറിയപ്പോഴാണ് ഇതിൻ്റെ കുറച്ച് ഇപ്പം നമ്മൾ കാണുന്ന കർണാടക സംഗീതത്തിൻ്റെ ഒരു കുറച്ച് ആൾക്കാർ ഇത് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. കുറച്ച് അല്ലാതെ ഇപ്പം കുറച്ചൊരു പ്രോഗ്രാം എന്ന നിലയിൽ അത് മാറിപ്പോയതാണ്. പണ്ട് കാലത്തുള്ള നമ്മുടെ ഈ ആചാര്യന്മാരൊക്കെ ഇത് കൊണ്ട് നടന്നിരുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇന്നത് നശിക്കാതെ നിലനിൽക്കുന്നത്. അപ്പം ആ ഒരു ഗുരുക്കന്മാരുടെ ഒരു കൃപാകടാക്ഷം കൊണ്ടാണ് ഇന്നത് തുടരാൻ സാധിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ആചാര്യശ്രീയുടെ അടുത്ത് എത്തേണ്ടി വന്നു. ഇതിൻ്റെ മഹത്വം, ഈ ഗുരുവന്ദനത്തിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണെന്ന് ശരിക്കും മനസ്സിലായത് ഇവിടെ വേദം പഠിക്കാൻ വന്നപ്പോഴാണ്. ഞാൻ വളരെ ചെറുപ്പത്തിലെ സംഗീതം പഠിക്കാൻ തുടങ്ങിയ ആളാണ്. ഗുരുകുല സമ്പ്രദായ രീതിയിൽ സംഗീതം പഠിച്ച ആളാണ്. പിന്നീട് മ്യൂസിക് കോളേജിൽ പഠിച്ചതാണ്. പക്ഷേ ഇവിടെ എങ്ങും എനിക്ക് ശരിക്കും പറഞ്ഞാൽ സംഗീതം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എങ്ങനെയാണ് ഒരു ഗുരുവിനെ പിന്തുടരേണ്ടത്, ഗുരു എന്താണ് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത്, ഗുരു നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന നന്മകൾ എന്താണ്, നമ്മൾ എങ്ങനെയാവണമെന്ന് നമ്മുടെ ഗുരുനാഥൻ എങ്ങനെയാണ് ആഗ്രഹിച്ചിരുന്നത് എന്നൊക്കെ പലപ്പോഴും മനസ്സിലായത് ആചാര്യശ്രീയുടെ അടുത്തെത്തേണ്ടി വന്നു എന്നുള്ളതാണ്. ഇവിടെ വന്നതിലൂടെയാണ് അതിലൊക്കെ വെളിച്ചവും തെളിച്ചവും ഒക്കെ ഉണ്ടായത്. സംഗീതമാണെങ്കിൽ ഇപ്പം മുൻപ് എങ്ങനെയാണോ കണ്ടിരുന്നത് അതിനെക്കാട്ടും കുറച്ചും കൂടെ വളരെ ബഹുമാനത്തോടെ നമ്മുടെ മുൻപിലുള്ള ഗുരുനാഥന്മാരെയൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാനും അവരുടെ ഗുണങ്ങൾ കൂടുതൽ അനുഭവിക്കുകയാണ് ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥൻ, സംഗീതത്തിലുള്ള എൻ്റെ ഗുരുനാഥൻ മരിച്ചുപോയി. പക്ഷെ അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ നമ്മൾ എന്താവണമെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും, ആ നന്മകൾ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥനായ ആചാര്യശ്രീയിലൂടെ നമ്മൾ അതെല്ലാം തെളിഞ്ഞ് കാണുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് മനുഷ്യനൊക്കെ ഇവിടെ നല്ല കാര്യമായി ഇവിടുന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക് എന്താണ് കിട്ടേണ്ടത്, എന്താണ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനുമൊക്കെ തേടിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അത് മനുഷ്യനോട് നല്ല വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്കൊക്കെ ഞാൻ ഏറ്റവും ജൂനിയറാണ് ഇവിടുത്തെ. ഞാനിവിടെ ക്ലാസ്സിന് വരാൻ തുടങ്ങിയിട്ടൊരു എനിക്ക് തോന്നുന്ന ഒരു 6 മാസമേ ആയിട്ടുള്ളൂ. ദൈവാനുഗ്രഹത്താൽ ഇപ്പം സന്ധ്യാവന്ദനം ചെയ്യുന്ന ക്ലാസ്സിൽ എനിക്ക് കയറാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നിത്യം ചെയ്യുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് സമാധാനവും സംതൃപ്തിയും ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. എന്നെ സമയം അതുപോലെ ഇവിടെയുള്ള എല്ലാവർക്കും അത് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും കൃത്യമായി വരുന്നത്. കുറച്ച് പാടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. പക്ഷേ നമ്മുടെ ഇച്ഛാശക്തി മുറുകെ പിടിച്ചിരിക്കുകയാണ്. കാരണം മാറില്ല, ഈ വഴിയെ തന്നെ ഞാൻ മുന്നോട്ട് പോകും. അതുകൊണ്ട് നിത്യമായി ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ട് തുറന്ന് ചെയ്തു പോകാൻ ഗുരുനാഥൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന്, പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ഈ ഗുരുപൂർണിമ ദിവസം ആചരിക്കുന്ന ദിവസം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കീർത്തന